ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ഓർത്തിരുന്നിട്ട് ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇത് ഏത് മോയ്സ്ചറൈസർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം നല്ല രീതിക്ക് വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്ലമ്മിൻ്റെ ക്ലിയർ ജെൽ മോയ്സ്ചറൈസർ ആണ്. ഓൾ ഡേ നല്ലൊരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2x ബ്രൈറ്റർ സ്കിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ 2% നയാസിനമൈഡ് ഇൻക്ലൂഡ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ റെഗുലർ ആയിട്ട് 2 വീക്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 545 രൂപയൊക്കെയാണ്. പക്ഷെ അത്രയും എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട. നമുക്ക് ഇപ്പോൾ 300 അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ 200 സംതിങ് റുപ്പീസിന് പോലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിന്ത്രയെന്നൊക്കെ നമുക്ക് പർപ്പിളിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ ഓയിലി ആക്കുന്നില്ല. എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ, സെബമൊക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഷൈനിങ് എഫക്റ്റ് ഫീൽ ചെയ്യില്ല ചില മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പം. ഇത് അങ്ങനത്തെ തരത്തിലുള്ള ഷൈനിങ് എഫക്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ബ്ലെമിഷേഴ്സ് റിങ്കിൾസ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ. അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ല കാര്യമാണ്. ശരിക്കും നമ്മുടെ സ്കിന്നിന് ഒരു വെൽവെറ്റി ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെബം പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ ഷൈനി ആക്കുന്നില്ല. ഷൈൻ ഫ്രീ ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് യാതൊരുവിധ മടിയും കൂടാണ്ട് വാങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ്. അതായത് അഫോർഡബിൾ പ്രൈസ് അല്ലേ. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത്യാവശ്യം നല്ല ഓഫറിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. 2x ഹൈഡ്രേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് കാരണം നമ്മുടെ നയാസിനമൈഡ് തന്നെയാണ്. ഇതിൽ വരുന്ന ml വൈസ് അല്ലെങ്കിൽ ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ 50 ml ഓഫ് പ്രൊഡക്റ്റിന് 525 രൂപയാണ്. പക്ഷെ അത്ര എമൗണ്ട് കൊടുക്കണ്ട. അതോടൊപ്പം തന്നെ 2 വർഷത്തെ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ട് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. ഇതെനിക്കിങ്ങനെ വാങ്ങണം എന്നിങ്ങനെ കാത്ത് ഇരുന്നിട്ടേ ഞാൻ വാങ്ങാണ്ട് ഫൈനലി എനിക്ക് പ്ലമ്മിൻ്റെ ഒരു PR കിട്ടിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവായി പോകുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ സ്റ്റിക്കി ആയിട്ടോ ഗ്രീസി ആയിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്ക് നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും സ്മൂത്തർ ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടാൻ കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള റൈസ് വാട്ടർ കൊണ്ടിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നയാസിനമൈഡും റൈസ് വാട്ടറൊക്കെയാണ്. കണ്ടില്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. സ്പ്രെഡ് ഓവറൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബായി പോകുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ നോർമൽ ഡ്രൈ സെൻസിറ്റീവ് ഏത് സ്കിൻ ആണെങ്കിലും പ്രോബ്ലം ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ കെയർ ആണെങ്കിൽ നിങ്ങൾ വേറൊരു മോയ്സ്ചറൈസർ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ വാങ്ങിച്ചോ കേട്ടോ. എൻ്റെത് ഓയിലി സ്കിന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ശരിക്കും നല്ലൊരു കംഫർട്ട് ഫീലിങ്ങും അതോടൊപ്പം തന്നെ ഞാനൊരു മോയ്സ്ചറൈസറിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ബ്ലെമിഷേഴ്സ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ കേട്ടോ. ബ്ലെമിഷ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഓൾ ഡേ നമുക്ക് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ ഗ്രീസി ഇല്ല, നോൺ ഗ്രീസി ഫോമിലാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ അതാണ് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നയാസിനമൈഡ് മോയ്സ്ചറൈസർ. AM ആൻഡ് PM റുട്ടീനിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ നല്ല ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏത് ഏജ് തൊട്ടിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. 16+ ഇയേഴ്സ് ഉള്ള ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അതോടൊപ്പം തന്നെ ഇത് യൂണിസെക്സ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ബോത്ത് മെൻ ആൻഡ് വിമന് യൂസ് ചെയ്യാൻ പറ്റും. വേറെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആൻഡ്
ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല, ഡെർമ ടെസ്റ്റഡ് ആണ്. സോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. AM ആൻഡ് PM റുട്ടീനിലാണ് നമ്മൾ മോയ്സ്ചറൈസർ ഉൾപ്പെടുത്തേണ്ടത്. എല്ലാവർക്കും അറിയാം, ക്ലെൻസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ട്രീറ്റ് ചെയ്യുക, സെറം ഓർ ടോണർ യൂസ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മോർണിംഗ് ടൈം ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നു. നൈറ്റ് ടൈമിൽ നേരെ തിരിച്ച് നമ്മൾ സൺസ്ക്രീന് പകരം നമ്മുടെ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറൊക്കെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുകയുള്ളൂ. നമ്മുടെ സ്കിൻ ബാരിയർ ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്ട് ഇരുന്നാൽ നമ്മുടെ സ്കിന്നിന് കുറേ അധികം പ്രോബ്ലംസ് ഒക്കെ ചെയ്യും കേട്ടോ. അതോടൊപ്പം തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഒരു ധാരണയുണ്ട്, എൻ്റെ ഓൾറെഡി ഓയിലി സ്കിന്നാണല്ലോ, ഞാൻ ഇനിയിപ്പോൾ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്താൽ മോയ്സ്ചറൈസറിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ കൂടുതൽ ഓയിലി ആവും എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാർ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എന്താ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ അത് കാരണമാവും. മോയ്സ്ചറൈസർ എന്ത് ചെയ്യും, ഈ ഓവറായിട്ടുള്ള എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ബാലൻസിങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു pH ബാലൻസ്ഡ് മോയ്സ്ചറൈസർ കൂടെയാണ് കേട്ടോ. മോയ്സ്ചറൈസറിൻ്റെ പേരിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓയിൽ കൺട്രോൾ ജെൽ മോയ്സ്ചറൈസർ എന്നാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ കൺട്രോൾ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. സ്റ്റോർ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ നോർമൽ, അതായത് ഡ്രൈ ആൻഡ് കൂൾ പ്ലേസിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ ഡെർമ ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 100% വേഗൻ ആണ്. ഇതിൽ സിന്തറ്റിക്സോ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. സോ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്താരും പേടിക്കേണ്ട. നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ ഫസ്റ്റ് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, ഇനിയിപ്പോൾ സെൻസിറ്റീവ് അല്ല ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് യാതൊരുവിധ ഇച്ചിങ് ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷനോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഓൾസോ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത്രയും കിടലിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നയാസിനമൈഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ഓൾസോ റൈസ് വാട്ടർ എന്ന് പറയുന്നതും ആ ഒരു ഹൈഡ്രേഷനും ബ്രൈറ്റനിങ്ങും സ്മൂത്ത്നെസ്സും നമ്മുടെ സ്കിൻ എപ്പോഴും എങ്ങായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, താങ്ക് യു, ടാറ്റാ.